സന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വലിയ പ്രവർത്തികളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്റെ വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ ശക്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി കർത്താവ് സകല കാര്യങ്ങളെയും അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റും. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ നിന്ന് വിശ്വസിക്കാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ ഇന്ന് വർണ്ണിക്കും. പാപകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞാനത് കാണും, കർത്താവിനാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഭൂലോകത്തിന് അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കർത്താവിനാലുള്ള അത്ഭുതത്തിൻ്റെ സമയമാണ്. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നും കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് അല്പനേരം കേൾക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ ശക്തിയുള്ളതാണ്. നമുക്ക് തുടർച്ചയായിട്ട് കർത്താവിൻ്റെ വചനം കേൾക്കാം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ശക്തനാണ്. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വചനഭാഗങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ പറ്റിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കർത്താവിൻ്റെ ക്രൂശ് മരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന എനിക്കോ ഒരു ദൈവത്തിൻ്റെ ശക്തി ആകുന്നു എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന എനിക്ക് ഇത് കർത്താവിൻ്റെ ശക്തിയാണ്. രക്ഷിക്കപ്പെടുന്ന എനിക്ക് പരാജയമല്ല. രക്ഷിക്കപ്പെടുന്ന എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ബലം നൽകുന്ന ഒന്നാണ് കർത്താവിൻ്റെ ക്രൂശ്. എന്നാൽ ഇവിടെ 27-ാം അധ്യായത്തിൽ ആ ക്രൂശിനെ പറ്റി, ക്രൂശിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയുക. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി കർത്താവിൻ്റെ വസ്ത്രം അഴിച്ചു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞു കർത്താവിൻ്റെ തലയിൽ വെച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്തു, അവൻ്റെ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ യേശുവിൻ്റെ മേൽ തുപ്പി കോൽ എടുത്ത് കർത്താവിൻ്റെ തലമേലടിച്ചു, അവനെ പരിഹസിച്ചു. നിങ്ങൾ ആ വാക്യം താഴ്ത്തു നോക്കിയാൽ കാണാൻ പറ്റും. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ളൊരു കുറേനക്കാരനെ കണ്ടു അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലങ്ങിയ വീഞ്ഞു കൊടുത്തു. അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സില്ല. കർത്താവിനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് കർത്താവിൻ്റെ വസ്ത്രം പകിട്ടെടുത്തു. നിങ്ങൾ ഈ വാക്യം എല്ലാം നോക്കിയാൽ മതി. ഇവിടെ എല്ലാം കാണാൻ പറ്റും. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു സൂപ്പർ നാച്ചുറൽ അതോറിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് അവിടെ കാണുന്നില്ല. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ മുതൽ നിങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റും.
നാടുവാഴെടുക്കിലേക്ക് കർത്താവിനെ കൊണ്ടുവന്ന ശേഷം കർത്താവിൻ്റെ വസ്ത്രം അഴിച്ചു, ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞു, കർത്താവിൻ്റെ തലമേൽ വെച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്തു. എന്നിട്ട് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി, യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാർ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞു പരിഹസിച്ചു. നോക്കിയേ, ഇവിടെ കർത്താവിൻ്റെ ക്രൂശിനെ പറ്റി പറയുകയാണ്. എല്ലാവരും കാണുകെ, എല്ലാ മനുഷ്യരും കാണുകെ റോമൻ പടയാളികൾ എന്ത് ചെയ്തു? യേശുക്രിസ്തുവിൻ്റെ തലമേൽ മുൾക്കിരീടം വെച്ചതിന് ശേഷം കർത്താവിൻ്റെ എന്ത് ചെയ്തു? പരിഹസിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, പരിഹസിക്കുകയെ 30-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ മേൽ തുപ്പി എന്നാ പറഞ്ഞു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുഖത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തുപ്പല് നമ്മുടെ മുഖത്തേക്ക് വലിച്ചാൽ നമുക്ക് എത്രത്തോളം ദേഷ്യം വരും അല്ലേ? നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വന്ന് അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റാത്ത ഒരു വലിയ, എത്ര നിങ്ങൾ താഴ്മയുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങളെ എത്രത്തോളം ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും എന്ന് പറയുന്നത് അറ്റത്തിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത്. കർത്താവിൻ്റെ മേൽ തുപ്പിക്കുകയും കോൽ കൊണ്ട് അവൻ്റെ തലമേലടിച്ചു. എന്തുകൊണ്ടാണ് യേശുവെ അങ്ങ് പ്രതികരിക്കാഞ്ഞത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, കർത്താവിന് അധികാരമില്ലാഞ്ഞിട്ടല്ല, കർത്താവ് അതിനോടൊന്നും പ്രതികരിക്കാഞ്ഞത് മനസ്സില്ലാഞ്ഞിട്ടല്ല. എന്തുകൊണ്ടെന്നാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്തൊരു വാക്യമുണ്ട്. ഇവിടെ 4-ാം വാക്യം നോക്കിയാൽ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 6-ാം വാക്യം മുതൽ വായിച്ച്, യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ള വ്യക്തിയായി തീർന്നു. നോക്കുക, വേഷത്തിൽ മനുഷ്യനായി മാറി. അപ്പൊ യേശു ക്രിസ്തു മനുഷ്യനായി മാറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യന്റെ രൂപം എടുക്കുക മാത്രമല്ല, മനുഷ്യന്റെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടാകുമോ, ഏതൊക്കെ തരം ഇമോഷനുകൾ ഉണ്ടാകുമോ. അതായത് നിങ്ങളുടെ മുഖത്തേക്ക് ഒരു വ്യക്തി തുപ്പിയാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുവോ? ഇല്ല, നിങ്ങൾക്ക് പ്രതികരിക്കും അല്ലേ? നിങ്ങളുടെ ഇമോഷൻ അവിടെ വർക്കാവും. നിങ്ങൾക്ക് ദേഷ്യം വരും, സങ്കടം വരും, അരിശം വരും. ഇതൊക്കെ നിങ്ങളുടെ ഇമോഷൻ എന്ത് ചെയ്യും? അവിടെ വർക്കാവും, അത് ഉയർന്നു വരും. അപ്പൊ വേഷത്തിൽ മനുഷ്യനായെന്ന് പറഞ്ഞാൽ മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ ഇമോഷനിലൂടെയും യേശു കടന്നുപോയി. അപ്പൊ കർത്താവിനെ അവർ മുൾക്കിരീടം തലയിൽ തറച്ചപ്പോൾ കർത്താവ് പറയുക, എനിക്കിവിടെ ഒരു വേദനയെ ഫീൽ ചെയ്യുന്നില്ലെന്നല്ല, കർത്താവിന് വേദനിച്ചു. അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനായി യേശു മാറിക്കഴിഞ്ഞു. മനുഷ്യൻ അനുഭവിക്കുന്ന വേദന യേശുവിൻ്റെ മേൽ വന്നു. മനുഷ്യന് നിന്ദയും പരിഹാസവും ദേഷ്യവും അരിശവും വേദനയും, നമുക്കറിയാം, ഒരു നിന്ന നിങ്ങൾ കേൾക്കുന്ന സമയത്ത്, നിന്ദിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ മുഖഭാവം എങ്ങനെയായിരിക്കും? നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല അല്ലേ? പരിഹാസത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല അല്ലേ? ഇതേപോലെ യേശുവിനെ അവർ പരിഹസിച്ചപ്പോൾ കർത്താവിന് ചിരി വന്നില്ല, പകരം കർത്താവിന് സങ്കടം വന്നു. നിങ്ങളെപ്പോലെ ബൈബിൾ പറയുന്നു, പാപം ഒഴികെ നമ്മളെപ്പോലെ സകലത്തിലും യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. അപ്പൊ അവിടെ എന്താണ്? നമ്മൾ കടന്നു പോകേണ്ട എല്ലായിടങ്ങളിലൂടെയും യേശുക്രിസ്തു കടന്നുപോയി. എന്തിനാണെന്നറിയാവോ? ഈ ദിവസങ്ങളിൽ നമ്മൾ പലപ്പോഴും ഞാൻ കേട്ട് പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, യേശുക്രിസ്തു ലജ്ജാപാത്രമായി മാറിയപ്പോൾ, യേശുക്രിസ്തു നിന്നാപാത്രമായി മാറിയപ്പോൾ നാമും നിന്നാപാത്രമായി തീരും. ഒരിക്കലുമല്ല. യേശു എൻ്റെ ലജ്ജ അവിടെ മാറ്റുകയാണ്. നിങ്ങൾ നോക്കിയേ, മത്തായിയുടെ സുവിശേഷം ഈ വാക്യം മറക്കല്ലേ, യേശു മനുഷ്യനായി തീർന്നു. ലൂക്കോസ് ഫിലിപ്പീസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, പടയാളികൾ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട്, അവിടെ ഈ വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി, അവർ കർത്താവിനെ കൊണ്ടുവന്നതിന് ശേഷം അവരുടെ മേൽ, യേശു ക്രിസ്തുവിൻ്റെ മേൽ സകല വിധമാകുന്ന, അവർക്ക് എന്തൊക്കെ ചെയ്യുവാൻ പറ്റുമോ അതെല്ലാം നോക്കിയേ, അവർ യേശുവിനെ പരിഹസിച്ചു. കർത്താവിൻ്റെ മേൽ തുപ്പി കോലെടുത്തു, യേശുവിൻ്റെ തലമേലടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെല്ലാം ആർക്ക് വേണ്ടിയാന്ന് നിങ്ങൾ ഓർക്കണം. യേശുവിന് വേണ്ടിയാണോ? യേശു എന്തേലും കള്ളത്തരം കാണിച്ചോ? ഇല്ല. യേശു എന്തേലും മോഷ്ടിച്ചോ? ഇല്ല. യേശു എന്തേലും കൊലപാതകം ചെയ്തോ? ഇല്ല. ഇതെല്ലാം യേശു ഏറ്റത് ഞാൻ അനുഭവിക്കാൻ വേണ്ടിയല്ല, ഞാൻ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി. എൻ്റെ കൂടെ പറഞ്ഞേ, ഞാനിത് അനുഭവിക്കാൻ വേണ്ടിയല്ല, ഞാനിത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാന്ന് പറ.
ഞാനിത് അനുഭവിക്കാൻ വേണ്ടിയല്ല, അനുഭവിക്കാൻ ഇതുകൊണ്ടാണ് പൗലോസ് ലീഹ പറഞ്ഞത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മണ്ടത്തരമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന എനിക്ക് ഇത് ദൈവശക്തിയാണ്. ആരെങ്കിലും ഈ ദിവസങ്ങളിൽ കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ നിന്നയിലോ നിന്നയും പരിഹാസവും എങ്ങനെ ഉണ്ടാകുന്നത്? റോമൻ ഗവൺമെന്റിൽ ഉദ്യോഗസ്ഥര് 2025 വന്നിട്ട് നിങ്ങളെ പരിഹസിക്കാൻ നിൽക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ, ഏതെങ്കിലും വിഷയത്തിൽ തല കുനിച്ച് നിൽക്കേണ്ട ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ആരെങ്കിലും പ്രസംഗിച്ചിട്ട് പറയുക യേശു കടന്നു പോയില്ലേ, അതുകൊണ്ട് നിങ്ങളും കടന്നു പോകണം എന്ന് പറയുമ്പോൾ ഒന്നോ അല്ല, യേശു കടന്നു പോയത് ഞാൻ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയാ. യേശു കടന്നു പോയത് ഞാൻ അത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാന്ന് മനസ്സിലാക്കണം. ഇത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാവോ? ഇവിടെ നിങ്ങൾ നോക്കിയേ, യേശുക്രിസ്തുവിന്റെ മേൽ അവർ തുപ്പി, കോൽ കൊണ്ട് യേശുവിനെ അടിച്ചു, യേശുക്രിസ്തുവിനെ അവർ പരിഹസിച്ചു എന്ന് 30-ാമത്തെ വാക്യത്തിൽ കാണാൻ പറ്റും, 29-ലും 30-ലും. അപ്പൊ യേശുക്രിസ്തു എന്തിനാണ് പരിഹാസപാത്രമാകുന്നത്? യെശയ്യാ പ്രവാചന പുസ്തകം 53-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ അതിക്രമം നിമിത്തം കർത്താവ് മുറിവേറ്റു, എന്റെ അകൃത്യ നിമിത്തം യേശു തകർന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ മുഴുവൻ തകർച്ചകളെയും എന്റെ അതിക്രമങ്ങളെയും യേശുവിന്റെ മേൽ വന്നപ്പോൾ യേശു പരിഹാസപാത്രമായി മാറി എനിക്ക് വേണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയായ നിങ്ങൾ പരിഹാസപാത്രമാകുവോ ഇല്ലയോ? ഒന്ന് പറഞ്ഞേ. പ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യേശു പരിഹാസപാത്രമായത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾക്കകം തിരിച്ചറിഞ്ഞോണം, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കുക എന്നുള്ളത് ഒരു രക്ഷയില്ല. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നാപാത്രമാകുക എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാൻ അല്ല. അപ്പൊ നിങ്ങൾ എന്തിക്കും ബ്രദറെ, അപ്പൊ ഞാൻ കടന്നു പോകുന്ന വിഷയം പിന്നെ എങ്ങനെ ബ്രദർ? അതിനെ ജയിക്കുവാനാണ് ക്രൂശിന്റെ ശക്തി. അതിനെ ജയിക്കുവാനാണ് ക്രൂശിന്റെ ശക്തി. അതാണ് പൗലോസ് ലീഹ പറഞ്ഞത്. ഇത് പ്രസംഗിക്കപ്പോൾ ഞാനിപ്പോൾ ഇത് പ്രസംഗിക്കുക എന്ന് വിചാരിച്ചു. യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ ഗവൺമെന്റിന്റെ മുമ്പിൽ റോമൻ പടയാളികൾ യേശുക്രിസ്തുവിനെ ബന്ധിച്ചു, മുൾക്കിരീടമേന്തി മാറി മാറി മുഖത്തടിച്ചു, കർത്താവിന്റെ തലമേൽ ഒരു കമ്പ് കൊണ്ട് അവർ അടിച്ചു, കർത്താവിനെ പരിഹസിച്ചു. അതുകൊണ്ട് 2025 നിൽക്കുന്ന നിങ്ങളുടെ നിന്ദകൾ ഇന്ന് മാറാൻ പോവാന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ വചനം ഇത് വിശ്വസിക്കാത്തവൻ പറ ഇതെന്റെ പോഷത്വവാ, എന്ത് പോഷത്വവാ? ഇന്ന് ഞാൻ കടന്നു പോകുന്ന നിന്ന് എങ്ങനെയാ ഈ ക്രൂശിലൂടെ മാറുന്നത്? പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടവർ പറയും, ഇല്ല, യേശുവിന്റെ നിന്ന മാറ്റിയതുകൊണ്ട് ഇന്ന് എന്നെ പരിഹസിക്കുന്ന ഇന്ന് ഞാൻ കടന്നു പോകുന്ന സകല നിന്നാ വിഷയത്തിലകത്തും ഇവിടെ തന്നെ ഞാൻ മാനിക്കപ്പെടും, ഇവിടെ തന്നെ ഞാൻ മാനിക്കപ്പെടും. ഓടിപ്പോകരുത് കേട്ടോ. ഇതാണ് ക്രൂശിന്റെ വചനം. ഇത് ഭോഷമാകുന്ന ഒരു സംഭവം. അതുകൊണ്ടാണ് ആ വാക്ക് നിങ്ങൾ നോക്കി, ക്രൂശിന്റെ വചനം. നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഫേസ്ബുക്കിലോ കാണുന്നവർക്ക് നിങ്ങൾക്ക് അതിലൂടെ ഈ പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. പ്രയറിന്റെ ലിങ്ക് കൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന എനിക്ക്. അപ്പൊ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? ഒരു വ്യക്തി എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? ആർക്കെങ്കിലും അറിയോ? രക്ഷിക്കപ്പെട്ട ആരെങ്കിലും പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളതാണ്. എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? ആമേൻ. അത് തന്നെ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. റോമർ 10:9-10. അപ്പൊ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന എനിക്ക് ദൈവശക്തി ആകുന്നത് എങ്ങനെയാ? രക്ഷിക്കപ്പെട്ടത് യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റുപറഞ്ഞു. ഏറ്റുപറയുക, പ്രൊക്ലെയിം ചെയ്യുക, ഏറ്റുപറയുക. 2, ഹൃദയത്തിൽ വിശ്വസിക്കുക. ഇത് രണ്ടും ചെയ്തപ്പം രക്ഷിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇതിനെ ജയിക്കുന്നത്. എങ്ങനെ? ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇന്ന് ഞാൻ കടന്നു പോകുന്ന പരിഹാസങ്ങൾ എൻ്റെ യേശുവേ എന്ന് വിളിച്ചാൽ ഇറങ്ങി തിരിച്ചിട്ട് ഇന്ന് പലരുടെയും മുമ്പിൽ ഞാനൊരു നിന്നാപാത്രമായി നിൽക്കുക.
ഇല്ല, എൻ്റെ നിന്ന യേശു ക്രൂശിൽ മാറ്റി. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. മിണ്ടാതിരിക്കരുത്, വിശ്വസിച്ചത് വിളിച്ചു പറയണം. എന്നെ വിളിച്ചു പറയേണ്ടത്, യേശു എൻ്റെ നിന്ന അനുഭവിച്ചത് കൊണ്ട് ഇന്ന് എന്നെ തലകുനിപ്പിച്ച് ചോദ്യചിഹ്നമാക്കി പരിഹാസത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന സകലരുടെ മുമ്പിൽ, സകല വിഷയത്തിന്റെ മുമ്പിൽ ഞാൻ അത്ഭുത സാക്ഷിയായി നിൽക്കും. നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത് വചനം അറിയാത്ത വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. നിൽക്കും എന്ന് പറയുന്നത് ക്രൂശിന്റെ വചനം വിശ്വസിക്കുന്നവർ അധികാരമാണ്. ഇതാ വ്യത്യാസം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും തുടക്കകാലങ്ങളിൽ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഒരു യേശുവിനെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിത സാഹചര്യത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിനെ നിന്ന് അനുഭവിക്കേണ്ട ഒരു കാര്യവുമില്ല, നമുക്ക് വേണ്ടി മനുഷ്യ രൂപമെടുത്തത് കൊണ്ടാണ്. യെശയ്യാവ് പറയുന്നു, നമ്മുടെ അതിക്രമം നിമിത്തം യേശു മുറിവേറ്റു. എൻ്റെ അകൃത്യ നിമിത്തമാണ് യേശുവിന് ഇതെല്ലാം സംഭവിച്ചതെങ്കിൽ ഇനി ഞാൻ യേശു അനുഭവിച്ചത് കൊണ്ട് ഞാൻ ഇനി അതിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ചേ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർ ചോദിക്കും, ബ്രദറെ എന്നിട്ട് എന്നെ എൻ്റെ ജീവിതത്തിൽ മാറാത്തത്? വിട്ടുകൊടുക്കരുത്. താഴേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം വാക്യം. നിങ്ങൾ നോക്കുക, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന രംഗം നോക്കിയ അവർ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ട് അവന്റെ ക്രൂശിന് മുമ്പാൻ നിർബന്ധിച്ചു. തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്ത് നേരെ തൊട്ടുമൂളത്തൊരു വാക്യം നിങ്ങൾ നോക്കിക്കോണം. പിന്നെ യേശുവിന്റെ മേൽ കുത്തി കുറേനക്കാരനായ ശീമോനെ കണ്ട് പരിഹസിച്ചു, അവന്റെ വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിക്കുവാൻ കൊണ്ടുപോയി. നോക്കിയേ, ക്രൂശിക്കുവാൻ കൊണ്ടുപോയി. ഇനി 34ാമത്തെ വാക്യെ, തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോത്തായിൽ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കൊടുത്തു. എന്തൊരവസ്ഥയാന്ന് നോക്കിയ കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് ഇതെല്ലാം അനുഭവിച്ചത് ഞാൻ എൻ്റെ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല. ഞാൻ ചോദിച്ചോട്ടെ, കയ്പുള്ള ഒരു ജ്യൂസ് കുടിച്ചാൽ ഇതിൻ്റെ അകത്ത് എത്ര പേര് കുടിക്കാൻ തയ്യാറാ? കയ്പ് നിറച്ച ജ്യൂസ് തന്നാൽ, വീഞ്ഞ് തന്നാ, ദാഹിച്ചിരിക്കുമ്പോ യേശു ദാഹിച്ചു പറഞ്ഞ സമയത്ത് ബൈബിൾ പറയുന്നു കയ്പ് കലക്കിയ വീഞ്ഞ്, കയ്പ് കലക്കിയവര്. കർത്താവ് അത് കുടിക്കാൻ കൊടുത്തപ്പോൾ അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സില്ല. ഞാൻ ചിന്തിക്കും, കർത്താവ് എന്തിനാണപ്പാ ഇതെല്ലാം കടന്നുപോയത്? ഞാൻ ജയാളിയാകാൻ വേണ്ടി, ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയമായിട്ട് കറങ്ങി നടക്കാൻ വേണ്ടിയല്ല, പിശാചിന്റെ പുറകെ ഓടി നടക്കാൻ വേണ്ടിയല്ല, ദൈവസന്നിധി പോയി കരയാൻ വേണ്ടിയല്ല, ഞാൻ ജയാളിയാകാൻ വേണ്ടി. ഇതാണ് ക്രൂശിന്റെ വചനം. ക്രൂശിന്റെ വചനം നിങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുവല്ല, നിങ്ങളെ ജയാളിയാക്കാൻ പഠിപ്പിക്കുക. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയാണ്. കർത്താവ് ഇതിലൂടെ കടന്നു പോയത് എൻ്റെ നിന്ന ചുമന്നത് തന്നെയാണ്. പറയണം, ഞാൻ കേട്ട നിന്ദകൾ സാക്ഷ്യമാകും. ആകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യണേ. കർത്താവെ, ഞാൻ വലിയ പരിഹാസത്തിന്റെ നടുവിലൂടെ കടന്നു പോവുകയെ കർത്താവെ, ഞാൻ യേശുവിനെ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും കർത്താവെ, ഞാൻ വളരെ ഭാരത്തിൽ നിന്നയിലോ കടന്നു പോകുന്നത്. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആരെങ്കിലും വന്നിട്ട് പറയുവാണ് യേശു നിന്ദിക്കപ്പെട്ടില്ലേ, കണ്ടോ, അതേ നോക്കിയേ, മത്തായി 27 നോക്കിയേ, യേശു പരിഹാസമായില്ലേ, നോക്കിക്കേ, യേശുവിനെ അവർ അടിച്ചില്ലേ, നോക്കിക്കേ, യേശുവിനെ ഒരു കയ്പ് കുഞ്ഞു കുടിച്ചില്ല. അപ്പൊ നിങ്ങളും ഇതിലൂടെ എന്ത് ചെയ്യണം? നമ്മളെയും ഇതിലൂടെ കടന്നു പോകും. നോ. കാര്യം യേശു ക്രിസ്തു ഇതെല്ലാം അനുഭവിച്ചത് അതിക്രമം നിമിത്തമാണ്. നമ്മുടെ യെശയ്യാവ് 53 ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അകൃത്യം നിമിത്തമാണ് യേശുവിന് ഇതെല്ലാം സംഭവിച്ചതെങ്കിൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി, നിങ്ങൾ അകൃത്യമുള്ളവരല്ല, നീതിമാന്മാരാണ്. നീതിമാന്റെ അവകാശത്തിലേക്ക് ദൈവം എന്നെ കയറ്റിയിരിക്കുന്നു. ഫോണിങ്ങനെ, നീതിമാന്റെ അവകാശത്തിലേക്ക് ദൈവം എന്നെ കയറ്റിയിരിക്കുന്നു. നീതിമാന്മാരുടെ ഇന്ന് കൂട്ടവകാശിയാക്കി ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. അപ്പൊ ഇത്രയും പദവികൾ ലഭിച്ചിട്ടും, ഇത്രയും വാക്തത്വങ്ങൾ എൻ്റെ മേൽ വന്നിട്ടും ഇതറിയാൻ കഴിയാതെ പലപ്പോഴും ഞാൻ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണേ, കർത്താവ് കയ്പ് വീഞ്ഞ് കലക്കിയ കയ്പ് വീഞ്ഞ് കുടിക്കുക, അതിന് കമർപ്പുണ്ടായിട്ട്, അതിന് കയ്പുണ്ടായിട്ട് കർത്താവ് അത് കുടിച്ചില്ല. ഹല്ലേലൂയ.
ഇത്രയും പരിഹാസത്തിലൂടെ കടന്നു പോയിട്ടും കർത്താവെ അങ്ങ് എന്തുകൊണ്ടാണ് നോ പറയാഞ്ഞെന്നറിയാവോ? ഞാൻ ജയിക്കണമെന്നൊറ്റ കാരണം കൊണ്ടാണ്. ഈ ഭൂമിയിൽ ഞാൻ യേശുവിൽ വാഴണം. എൻ്റെ പാപമാണ് അതിന് തടസ്സമെങ്കിൽ അത് മുഴുവനും ക്രൂശിൽ മാറ്റി. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ഏത് പ്രയാസമുള്ള വിഷയമായിക്കോട്ടെ, എത്ര ഭയങ്കരമായ പ്രശ്നമായിക്കോട്ടെ, എത്ര നിന്ദയുടെ വിഷയമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറയണം, ഇന്നത്തെ എൻ്റെ നിന്ദയ്ക്കകത്ത് ഞാൻ അത്ഭുത സാക്ഷ്യമായിരിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ വചനങ്ങൾ ഏറ്റു പറയണം. ക്രൂശിൽ യേശു നിന്ദയായി തീർന്നു എനിക്ക് വേണ്ടി. ഇത് പ്രൊക്ലെ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണോ അതേപോലെ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. പല ആൾക്കാരും മറന്നു പോകുന്നത്. എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? ഒന്നുകൂടെ ഞാൻ ചോദിക്കുക, എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? വചനപ്രകാരം പറ, ചുമ്മാ പറയാതെ. യേശുവിനെ കർത്താവെന്ന് ഭാഗം ഏറ്റു പറയും, ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടത് ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റു പറഞ്ഞിട്ടാണെങ്കിൽ ഇനി മുന്നോട്ടും ജീവിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റു പറയണം. ആ പ്രയാസത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയണം, ഇന്ന് നിങ്ങളെ നിന്ദിക്കാൻ നിൽക്കുന്ന ആൾക്കാർ നിൽക്കുക പറയണം, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടി പോവാന്ന് പറയണം. അപ്പൊ അവർ ചിന്തിക്കും, എന്നെ ദീർഘായുസ്? നിന്റെ കാഴ്ച വർദ്ധിക്കാൻ വേണ്ടി പോവാ. നിങ്ങളെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെ നിന്ദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളായി കടന്നു പോകുന്ന വിഷയമുണ്ടല്ലോ, അവരൊരിക്കലും ഉറപ്പായിട്ട് ഞാൻ പറയാ, അവർ വീണു പോകത്തില്ല. അവർ ദീർഘായുസോടെ, കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നന്മ അവർ കാണും. അവർ ചിന്തിക്കും, ദൈവമേ, ഈ വ്യക്തിനെയാണോ ഞാൻ മുറിവേൽപ്പിച്ചത്? ഈ വ്യക്തിയാണോ ഞാൻ പരിഹസിച്ചത്? ഈ വ്യക്തിനെയാണോ ഞാൻ എന്ന് പറയുന്ന രീതിയിൽ ദൈവം നിങ്ങളെ മാനിക്കും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നിന്ന യേശു മാറ്റി. ഇത് ഭൂമിയിൽ യേശു അനുഭവിച്ചത് ഭൂമിയിൽ നിങ്ങൾ സാക്ഷിയാകാനാ. മനസ്സിലാക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി നിർത്തിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയണം. അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമല്ല, ഹൃദയത്തിൽ വിശ്വസിച്ച് പറയണം ഈ കാര്യങ്ങൾ. വചനം പറയണം. ഈ വചനം പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിന്ദാകാരണമായ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സാക്ഷ്യമുള്ള വിഷയങ്ങളായി മാറാൻ വേണ്ടി പോകുന്നു. വിദൂരമല്ല, സമീപത്തിരിക്കുക. ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയണം, ഞാൻ ഏത് വിഷയമാണോ ഈ വചനം പറയണം. ചുമ്മാ പറയരുത്. കാര്യം എന്താണെന്നറിയാവോ? ഹൃദയത്തിൽ വിശ്വസിക്കണമെങ്കിൽ ഊഹാപോഹം പോരാ, വചനമാണ് വിശ്വസിക്കേണ്ടത്. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗുണ്ട്. അപ്പൊ ഹൃദയത്തിൽ വിശ്വസിക്കാൻ എനിക്ക് വചനം വേണ്ടേ? മത്തായി 27 പറയുന്നുണ്ട്, കർത്താവ് പരിഹാസമായി തീർന്നപ്പോൾ ഇനി എന്നെ പരിഹസിക്കുന്ന ആൾക്കാരോട് കേക്കെ വിളിച്ചു പറയണം, ഇന്ന് എന്നെ പരിഹസിക്കുന്നവർ മുഴുവനും നാളെ വന്നിട്ട് പറയും, നീ ഒരു അനുഗ്രഹമാണ്. നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ ഉള്ളത്തിൽ ആയിഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരോ ഇന്ന് സൂമിലോ ലൈവിലോ ആയിഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. സൂമിലോ യൂട്യൂബിലോ കേൾക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് എൻ്റെ കർത്താവ് പറഞ്ഞ ആ വ്യക്തി മുഖാന്തരം നിങ്ങളെയും ആ വ്യക്തിയെയും കണക്ട് ചെയ്ത് ദൈവം തൻ്റെ ഒരു വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പറയാൻ വേണ്ടിയുള്ളവർ മാത്രമേ നിങ്ങൾ പറയാൻ വേണ്ടി. ആയിഷ എന്നാ പറഞ്ഞത്. ആയിഷ എന്ന് പറഞ്ഞൊരു മുസ്ലിം ഞാനാണ്. എന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു ഇവള്. വലിയ എനിക്ക് വേണ്ടി ഓരോ അമ്പലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പേര് കൊണ്ട് അവള് മുസ്ലിം ആണെങ്കിലും അവള് പകുതി മുസ്ലിമാ, അപ്പം മുസ്ലിമാ, അമ്മയും. ഓക്കെ സിസ്റ്ററെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈവാണ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ആ വ്യക്തിക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റൊരു വ്യക്തിയെ ഹട്ട് ചെയ്യുന്ന രീതിയിലൊന്നും പറയരുത്. നമ്മൾ ആരെയും ഉപദ്രവിക്കാനല്ല, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് എന്ന വലിയൊരു സാക്ഷ്യമാക്കി നമ്മളെ അതിൻ്റെ അകത്തുനിന്ന് മാറ്റും. നമ്മളെപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്ക് മനുഷ്യനല്ല നമ്മുടെ വിരോധം, ദുഷ്ടാത്മ സേനകളാണ്. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇന്ന് ചില തെറ്റായ കൊടുക്കൽ വാങ്ങലുകൾ സാമ്പത്തിക മേഖലകളിൽ കുടുക്കിയ ചിലരെ കർത്താവ് ഇന്ന് തൊടാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്,
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു മീര എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൂട്ടുകാരിയാണ്. ആ കൂട്ടുകാരിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ആ മകളെ നീ കേൾക്കുന്ന ഒരു വ്യക്തിയുടെ കൂട്ടുകാരിയാണ്. ശ്രദ്ധിച്ചു കേട്ടോണം ആലോചന. കേൾക്കുന്ന ഒരു വ്യക്തിയുടെ കൂട്ടുകാരിയാണ് ഈ മീര. ആ മീരയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ളൊരു നന്മയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കി ഇന്ന് മാറ്റാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ ഇന്ന് സകലതും സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സാംകുട്ടിയുടെ ഭവനത്തെ ദൈവം തൊടുന്നായിട്ട് പറയുന്നു. സാംകുട്ടിയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി പോകുന്നു. 4.5 വർഷമായി മുടങ്ങിക്കിടന്ന ചിലതിനെ കർത്താവ് ഇന്ന് തൊടാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. സാംകുട്ടിയുടെ ഭവനം ദൈവത്താലുള്ളൊരു സാക്ഷ്യത്തെ കർത്താവിൻ്റെ നാമത്തിൽ കാണാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ ഞങ്ങളത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ആ കുടുംബത്തിൻ്റെ മേൽ തുറക്കട്ടെ. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. വലിയ ദൈവപ്രവൃത്തിയെ കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി. പാസ്റ്ററാണത്. ഒത്തിരി പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന ഒരു പാസ്റ്ററാണത്. ഞങ്ങളുടെ സഭയുടെ സെക്കൻഡ് പാസ്റ്ററാ. ആ കുടുംബം ഒത്തിരി പ്രതികൂല രോഗപീഠകൾ ആ ഭവനത്തിൽ നിന്ന് വിട്ടുമാറി. ഒരു മിനിറ്റ്. കുടുംബത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്. സാംകുട്ടി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കുടുംബം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബമാണത്. കുടുംബത്തിന്റെ എന്റെ അനിയത്തിന്റെ ഭർത്താവാണ്. കുടുംബത്തിന്റെ അകത്തുള്ള അനിയത്തിന്റെ ഭർത്താവാണ്. അതെ പാസ്റ്ററെ. ആ കുടുംബത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കണം. അതായത് ഒരു വ്യക്തിയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടിപ്പുറത്ത് ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു മതപരമായ രീതിയിൽ ആ ഒരു പറമ്പിൽ ഒരു മൃതശരീരം സംസ്കരിച്ചതാണ്. അതായത് അങ്ങനെ ഒരു ചടങ്ങ് കഴിഞ്ഞതാണ്, മരണം ചടങ്ങ് കഴിഞ്ഞതാണ്. അത് ആ ഒരു കുടുംബത്തെ, അതായത് നിങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് നോക്കിയാൽ വലതുവശത്ത്, അതായത് വീടിന്റെ അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങിയാൽ വലതുവശത്ത് കാണുന്ന പറമ്പിലാണ് അത്. എന്നാൽ എന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ നേരെ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷത്തിൻ്റെ അകത്ത് നടന്നൊരു സംഭവമാണ്. ആ ഒരു കുടുംബത്തെ, ഈ കണ്ട കുടുംബത്തെ കർത്താവ് എന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനുശേഷം ഒരു ഭയം ആ കുടുംബത്തിൻ്റെ അകത്ത് വരികയും ആ ഭയം നിമിത്തം പലപ്പോഴും ആകുലപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനോട് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധമാകുന്ന ഭയത്തെ ഞങ്ങൾ പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് ഇന്ന് ആ വ്യക്തികളെ പറയാൻ വേണ്ടിയുള്ളവർ മാത്രമേ മ്യൂട്ട് ചെയ്യാവുള്ളൂ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ആ കുടുംബം ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ സ്വന്തം ഹൃദയത്തിൽ കൈയെടുത്ത് വെച്ചിട്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയങ്ങളും എൻ്റെ ഉള്ളത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവ് എനിക്ക് തുണയാണ്, ഞാൻ ഭയപ്പെടത്തില്ല. സകല മുഖങ്ങളും മാറിപ്പോകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. എല്ലാ ഭാരങ്ങളും വിട്ടുപോകട്ടെ. ആ കുടുംബത്തിന്റെ മേലുള്ള എല്ലാ മേഖലകളിലും കർത്താവെ സമാധാനം ഉണ്ടാകട്ടെ. നന്ദി കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ
ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തിലൊരു അമ്മച്ചിയുടെ പേരാണ് അന്നക്കുട്ടി എന്ന് പറഞ്ഞ ഒരു അമ്മച്ചി ഉണ്ടായിരുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ അമ്മച്ചിക്ക് 2 തലമുറകളാണ് ഉണ്ടായിരുന്നത്. ആ 2 തലമുറകളുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലം പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു 7 വർഷമായിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന സമയത്തൊക്കെയും ഞാൻ കാണുന്നൊരു കാഴ്ച, മുഴുവൻ മേഖലയിലും നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭവനത്തിൻ്റെ അകത്ത് എപ്പോഴും നഷ്ടങ്ങളാണ്. ഒരു പരിധിക്കപ്പുറം എല്ലാ മേഖലയിലും, സാമ്പത്തികം മാത്രമല്ല എല്ലാ മേഖലയിലും നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു ഭവനമാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. ചോർന്നു പൊക്കൊണ്ടിരിക്കുന്ന സകലതും ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യമാകാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഇന്ന് അത്ഭുതകരമായി സാക്ഷ്യമായി തീരട്ടെ. സൂമിലോ ലൈവിൽ എന്റെ ഫ്രണ്ടാണ് അന്നൻകുട്ടി. സിസ്റ്ററെ ഈ പറഞ്ഞത് ഒരു മാതാവാണേ. ആ മാതാവാ. ഈ പറഞ്ഞ കുടുംബത്തിൽ ഭർത്താവും മരിച്ചു, ഒറ്റപ്പെട്ട് ഏകയായി ഇങ്ങനെ കഴിയുവാണ്. ഇപ്പൊ വളരെ കഷ്ടത്തിലാ. വിശ്വാസിയാണ്. ഈ പറഞ്ഞ പോലെയാണ് സിസ്റ്ററെ. അടയാളങ്ങൾ കേട്ടായിരുന്നോ? കാര്യങ്ങൾ കേട്ടായിരുന്നോ? കേട്ടു. എന്നാ കുടുംബത്തിന് വേണ്ടി ഒന്നുമില്ല അവർക്ക് എല്ലാം. എന്നവിടെ പറയണം, യേശുവിന്റെ നാമത്തിൽ ആ നഷ്ടത്തെ കൊണ്ടുവന്ന പിശാചുക്കൾ യേശുവിന്റെ നാമത്തിൽ കുടുംബം വിട്ട് മാറിപ്പോകുന്നു പറയണം. ആ തകർച്ചകളിൽ നിന്നും ദൈവം രക്ഷിക്കും. ഞങ്ങൾ കർത്താവ് എന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം, ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുകയാണ്. വീടിൻ്റെ പുറകുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് വലത് കൈ ചൂണ്ടിയാൽ ആ വലതുവശത്തു നിന്നും പുറകോട്ട് പോകുമ്പോൾ ആ ഒരു വീടിൻ്റെ ബാക്ക് വശം കാണിക്കുന്നു. ആ ബാക്ക് വശത്തൊരു ചില്ലിങ്ങനെ പൊട്ടിയിരിക്കുക, അതായത് ഒരു ജനലിൻ്റെ ചില്ല് പൊട്ടിയിരിക്കുന്ന, അത് പൊട്ടി തകർന്നു പോയിട്ടില്ല, പൊട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗികമായിട്ട്. ആ മുറിക്കകത്ത് ഞാനൊരു വ്യക്തിയെ കാണുവാണ്. ആ വ്യക്തിയെ തൊടുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ വിഷയത്തിൻ്റെ മേൽ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്. ഇന്ന് ആ ഭവനം എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ മുറിക്കകത്ത് ആരാണോ ഉള്ളത് ആ വ്യക്തിയെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. ആ വ്യക്തി മുഖാന്തരം ദൈവം സമാധാനത്തെ തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അങ്ങയുടെ സാക്ഷ്യമായി ആ ഭവനം തീരട്ടെ. ദൈവപ്രവർത്തിക്കായിട്ട് ഞങ്ങൾ വേർതിരിക്കുന്നപ്പ നന്മ അവിടെ തുറക്കട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന കുടുംബം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചോണം. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ആ വ്യക്തിയെ തൊടുമ്പോൾ തന്നെ അതിൻ്റെ അവസ്ഥകളുടെ മേൽ വലിയ വ്യത്യാസം സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യമായി തീരും. അത് മഞ്ജു സിസ്റ്ററുടെ ഭവനത്തിലാണ് ഈ പറഞ്ഞ പോലെ അടയാളം കണ്ടത്. ഈ പറഞ്ഞതുപോലെ കേട്ടായിരുന്നു സിസ്റ്റർ? ആ മുറിയിലിരിക്കുന്ന ആരായിരുന്നത്? ഹസ്ബൻഡ്. എന്ന് യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ആ വ്യക്തിയെ കർത്താവ് തൊടുകയും ആ വ്യക്തി മുഖാന്തരം ദൈവം ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അന്തരീക്ഷത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവെ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ നന്മ ഞങ്ങൾ കാണും. ദൈവപ്രവർത്തികൾ ഞങ്ങൾ അനുഭവിക്കും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ. ഓ യേശുവെ ഞങ്ങൾ നന്ദി പറയുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു. അതായത് ഇന്ന് എന്നെ ശ്രദ്ധിച്ചു കേട്ടോണം അടയാളം. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അകത്ത് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സഹോദരനാണ്, ചെറിയാൻ എന്നാണ് പേര്. ഇത് കേട്ടോണ്ടിരിക്കുന്ന കുടുംബത്തിൻ്റെ അകത്ത് ആ വ്യക്തിയുടെ ഒരു സഹോദരനായിട്ട് വരും. ആ വ്യക്തിയുടെ പേരാണ് ചെറിയാൻ. ആ ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുകയാണ്, ഒരു നന്മയുടെ വാർത്ത കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കാൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ച് ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നിങ്ങളുടെ മുമ്പിൽ സന്തോഷിക്കുവാൻ വകയുണ്ടാകുന്ന രീതിയിൽ ദൈവം തൻ്റെ പ്രവൃത്തിയെ അയക്കുമെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ. ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വസ്തു ഒന്നുമില്ല, എല്ലാം പോയി. ഞാൻ കടം കയറി, വീടുമില്ല, വസ്തുവില്ല, വാടകയ്ക്കാ താമസിക്കുന്നത്. ആ സഹോദരന്റെ പേരെന്താ?
ചെറിയാൻ എന്നാ പേര്. വീട്ടിൽ യേശുവിൻ വിളിക്കുന്ന ഷാജി എന്നാ. ചെറിയാൻ ചെറിയാനാണ് എന്നാ പേര്. ചെറിയാൻ ചെറിയാൻ മാത്യു. മാത്യു. ചെറിയാൻ മാത്യു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. ആ വ്യക്തി മുഖാന്തരം ഒരു സ്ഥലം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോവാണ്. തല പുകഞ്ഞ് ചിന്തിച്ചാൽ പോലും എങ്ങനെ നമുക്ക് അറിയത്തില്ല. ഇപ്പൊ സഹോദരി പറഞ്ഞല്ലോ, വീട് സ്വന്തമായിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ചെറിയാൻ എങ്ങനെയോടെ തരും നമുക്ക് അറിയത്തില്ല. പക്ഷെ ചെറിയാൻ തരുമല്ല, ചെറിയാൻ മുഖാന്തരം ഒരു ഡോറ് ദൈവം തുറക്കും. അപ്പൊ മറക്കരുത്, ഇത് ചെറിയാൻ തുറന്നതല്ല, ദൈവം തുറന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പ്രവചന ആലോചനയുടെ കർത്താവ് ഉറപ്പിക്കുന്നത്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നല്ലോ. നന്ദി യേശു, നന്ദി കർത്താവി. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. അതായത് കുടുംബത്തിന്റെ അകത്ത് ഞാൻ ഇങ്ങനെയാ കേൾക്കുന്നത്, ഒരു ആന്റി, ആ ആന്റിയുടെ മരണം നിമിത്തം, പക്ഷെ എന്നാൽ ഈ മരണം നടന്നു, മരണത്തിന്റെ അടക്കമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും പലപ്പോഴും മനസ്സിലും ചിന്തയിലും സ്വപ്നത്തിലൂടെയൊക്കെ ഈ വ്യക്തിയുടെ ചിന്ത വരികയും ഒരു വല്ലാത്തൊരു ഭയം അകത്തോട്ട് കയറി പലപ്പോഴും വീടിൻ്റെ അകത്ത് ഒറ്റയ്ക്കിരിക്കാൻ പോലും കഴിയാതെ സ്വപ്നങ്ങളിലൂടെയൊക്കെ അലട്ടുന്ന ആ വ്യക്തിയല്ല വരുന്നത്, മരിച്ചുപോയ വ്യക്തിയല്ല വരുന്നത്. അതിൻ്റെ പേര് പറഞ്ഞ് പിശാച് ഭയപ്പെടുത്തുകയും പലപ്പോഴും ഒരു സ്വസ്ഥത ലഭിക്കാതെ ചില ചിന്തകളാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുന്നു. ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറഞ്ഞാട്ടെ, ഒരു പിശാചിനും ഒരു പിശാചിന്റെ തന്ത്രത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ല. ഇന്ന് ആ ഭയപ്പെടുന്ന വ്യക്തി കൈവച്ച് പറഞ്ഞാട്ടെ, എല്ലാ ഭയവും യേശു ക്രൂശിൽ മാറ്റിയത് കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ പ്രവർത്തിക്കായിട്ട് ദൈവം വേർതിരിക്കാൻ വേണ്ടി പോകുന്നു. സൂമിലോ ലൈവിലോ വ്യക്തി കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഭയപ്പെടാനുള്ളവരല്ല, പിശാചിന്റെ തന്ത്രത്തിൽ കുടുങ്ങാൻ വേണ്ടിയുള്ളവരല്ല, ജീവനിൽ വാഴാൻ വേണ്ടിയുള്ളവരാണ്. നന്ദി കർത്താവേ, ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ അപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വ്യക്തി സാക്ഷ്യമായി തീരട്ടെ. എല്ലാ നിന്ദകളും മാറട്ടെ, എല്ലാ പരിഹാസങ്ങളും മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് അവിടെ പെരുകുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ, നന്മകളാൽ കർത്താവെ നിറയ്ക്കുന്നല്ലോ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ അകത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു ഡേറ്റ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുകയാണ്. സെപ്റ്റംബർ മാസം 18-ാം തീയതിയാണ് ഈ വ്യക്തി ജനിച്ചിരിക്കുന്നത്. ഇന്ന് ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് സെപ്റ്റംബർ 18 എന്ന് പറഞ്ഞപ്പോൾ തന്നെ യെസ് എന്ന് പറയുന്ന ഒരു അക്ഷരം ആ വ്യക്തിയുടെ മേൽ നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കാണിക്കും. ഒരു സർപ്പം നിന്ന് പലപ്പോഴും കൊത്താൻ നിൽക്കുന്നത് പോലെ സ്വപ്നത്തിലൂടെ ചില സമയങ്ങളിൽ അലട്ടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവം ആ വ്യക്തിയെ തൊടാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ തന്നെ പിശാചിന്റെ സകല നുകത്തെയും ക്രൂശിൽ ഞങ്ങൾ കേട്ടു കർത്താവ് തകർത്തതാ. ഇപ്പോൾ സ്വീകരിച്ചാട്ടെ. ഒരു പിശാചിനും തൊടാൻ കഴിയത്തില്ല, ഒരു പിശാചിനും നിങ്ങളെ സ്പർശിക്കാൻ കഴിയത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിൻ്റെ സമാധാനം ഇന്നവിടെ ഉണ്ടാകട്ടെ. തന്നെ കേൾക്കുന്ന വ്യക്തി ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞ ആലോചനയെ സ്വീകരിച്ചു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തികളെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അത്ഭുതകരമായ പ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടി പോകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ നമുക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരികയില്ല. കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവാഭിഷേകത്തിൽ നിങ്ങൾ പറയാനുള്ളവരാണോ മ്യൂട്ട് മാറ്റുന്നത്? അല്ലാത്തവരെല്ലാം മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ മഹത്വം എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തല്ലോ. വലിയ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതകരമായ സാക്ഷ്യമായി തീരട്ടെ. ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ച് സകല നുകത്തെയും ഓടിച്ചു കളയുന്നതിന് നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നോട് ഉള്ളത്തിൽ കർത്താവ് എന്നെ ജൂബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയും. ജൂബിൻ എന്നാണ് പേര്. ഇന്ന് ജൂബിനെ ദൈവം യേശുവിൻ്റെ നാമത്തിൽ ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവെ നന്ദി കർത്താവെ. ഞാൻ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് സകല പ്രതികൂലങ്ങളും നീങ്ങി, സകല വെല്ലുവിളികളും നീങ്ങി ദൈവത്തിൻ്റെ സാക്ഷിയായി ആ വ്യക്തി മാറട്ടെ.
കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് ആ മകന്റെ മേൽ വെളിപ്പെടട്ടെ. ആ കുടുംബത്തിന്റെ മേൽ ഒരു സാക്ഷിയായിട്ട് ആ മകൻ മാറട്ടെ. ഞങ്ങൾ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി തീരട്ടെ. ആ മകന്റെ ജീവിതത്തിൽ അനർത്ഥം വിട്ടൊഴിയട്ടെ, കുടുംബത്തിന്റെ മേൽ അനർത്ഥം വിട്ടൊഴിയട്ടെ. ദൈവത്തിന്റെ സാക്ഷ്യമായ മകൻ മാറട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതകരമായ സാക്ഷ്യത്തിന് നന്ദി കർത്താവേ. അനുഗ്രഹിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ ആരാണോ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ കുടുംബം മകന് വേണ്ടി ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് അവനെ തൊടാൻ വേണ്ടി പോവാണ്. ദൈവം അവനെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ വലിയൊരു എൻകൗണ്ടർ അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ. നമുക്ക് ഒരുമിച്ച് ഹലോ ഇന്ന് ബ്രദറെ, പറഞ്ഞു. എന്റെ മകളുടെ ഹസ്ബൻഡ് ആണ് ജൂബിൻ. ജൂബിൻ, ജോബിൻ അല്ലല്ലോ, ജൂബിൻ അല്ലേ? JUBIN. ജൂബിൻ. JUBIN. എന്നാ ജൂബിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ദൈവം ആ മകനെ തൊടാൻ വേണ്ടി പോവാ കേട്ടോ. ആമേൻ കേൾക്കുന്നുണ്ടോ? ആമേൻ ആമേൻ. അവനെ വലിയൊരു ഉണ്ട് സാക്ഷിയാക്കി ബ്രദറെ, ദൈവം ഉണ്ട്. മാറ്റും. ദൈവം അവനെ ആമേൻ. സാക്ഷിയാക്കി മാറ്റും. വലിയൊരു ആമേൻ. പ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ. ദൈവം വേർതിരിക്കാൻ വേണ്ടി പോവാണ്. ആമേൻ ഒരു വാക്ക് ദൈവം ആമേൻ എന്നോട് പറയും, ആമേൻ നിന്ദകളെ ദൈവം എടുത്ത് മാറ്റാൻ വേണ്ടി പോവാ. ആമേൻ ആമേൻ നി- ആമേൻ ആമേൻ. നിന്ദകളെ ദൈവം എടുത്ത് മാറ്റി സ്തോത്രം. കർത്താവിന്റെ ആമേൻ. സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാ. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ആ ഹല്ലേലൂയ. ജൂബിൻ എന്നുള്ള പേര്, സാധാരണ ജോബിനാണ് നമ്മുടെ ഇടയിലുള്ളത്. ജൂബിൻ വളരെ റെയറാണ്. അവിടെ എടുത്ത ആ സ്പെല്ലിങ് പറഞ്ഞത്. ആ മകനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സാക്ഷ്യമായി സ്വർഗം മാറ്റുന്ന ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറയും, ഇത് എൻ്റെ അത്ഭുതത്തിന്റെ സമയമാണ്, അത്ഭുത രോഗസൗഖ്യത്തിന്റെ സമയമാണ്. ഞാൻ തകർന്നു പോകുകയില്ല, ഞാൻ നശിച്ചു പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ അത്ഭുതം ഇപ്പോൾ എൻ്റെ ശരീരത്തിന്റെ മേൽ ഞാൻ അനുഭവിക്കുന്നു. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഇപ്പോൾ കൈയെടുത്ത് വെച്ച് രോഗികളായി ഭാരപ്പെടുന്നവര് ആ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ചിട്ട് പറയണം, കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രോഗത്തെ കാൽവരി ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവ് കൊണ്ട ഓരോ അടിയും ഏറ്റ ഓരോ മുറിവും എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇൻസ്റ്റന്റ്ലി ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടായി വരും. നിങ്ങൾക്ക് പുതിയ അവയവം ഇപ്പോൾ ഉണ്ടായി വരും. നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്ത് അപ്രതീക്ഷമാകും. നിങ്ങൾ വേദന അനുഭവിക്കേണ്ടവരല്ല, നിങ്ങൾ രോഗിയായി കറങ്ങേണ്ടവരല്ല, നിങ്ങൾ രോഗത്താൽ തകരേണ്ടവരല്ല, രോഗത്താൽ മരണപ്പെടേണ്ടവരല്ല. ദീർഘായുസോടെ ഇരുന്ന് ബൈബിൾ പറയുന്നു, ദീർഘായുസ് കൊണ്ട് ദൈവം നിങ്ങൾക്ക് തൃപ്തി വരുത്തും. ഇതാണ് നിങ്ങളുടെ അവസരം, ഇതാണ് നിങ്ങളുടെ സമയം. വിശ്വസിക്കുന്നവർ ഏറ്റുപറ, എൻ്റെ രോഗം യേശു അനുഭവിച്ചത്. എത്ര വേദനയിൽ ഇരുന്നോട്ടെ, ഇനി ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞോട്ടെ, ഇനി അതിന്റെ പിന്നിൽ ഒരു പ്രതിവിധിയും ഇല്ലെന്ന് പറഞ്ഞോട്ടെ, പക്ഷേ കാൽവരി ക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തതാണ്, എൻ്റെ അത്ഭുതത്തിന് വേണ്ടി. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് വിശ്വസിക്കുമ്പോൾ, എവിടെ ഇരുന്നായിക്കോട്ടെ, ലോകത്ത് ഏത് രാജ്യത്തിരുന്ന് വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ഇന്ന് നിങ്ങളുടെ അത്ഭുതമാണ്. ഇപ്പോൾ എനിക്ക് ആത്മാവിൽ അറിയാൻ പറ്റും, വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിലേക്ക്, ശരീരത്തിലേക്ക് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടായി വരും. ആ അവയവങ്ങൾ പുതിയതുണ്ടായി വരും. ആ കാഴ്ച വർദ്ധിക്കുകയാണ്, കേൾവി വർദ്ധിക്കുകയാണ്. നിങ്ങളുടെ നടപ്പിൽ വ്യത്യാസം വരാൻ വേണ്ടി പോവുക. ഞാൻ കാണുന്ന തേയ്മാനം പിടിച്ചിരിക്കുന്ന അസ്ഥികൾ നടക്കുകയും ചാടുകയും ചെയ്താൽ പോലും ഒരു വേദനയും ഇല്ലാത്ത ഒരു അത്ഭുതത്തിലേക്ക് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പ്രതിസന്ധികൾ നീങ്ങിപ്പോകട്ടെ. ഇപ്പോൾ സൗഖ്യമാക്കുന്നു, കൽപ്പിക്കുന്നപ്പ ഇപ്പോൾ തന്നെ ആ രോഗശക്തികൾ വിട്ടുപോകട്ടെ, ഇപ്പോൾ തന്നെ രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ, ഇപ്പോൾ തന്നെ സകല പ്രതികൂലങ്ങളും വിട്ടുപോകട്ടെ. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ അത്ഭുതം അവിടെ ഉണ്ട്. ഞങ്ങളുടെ ദാരിദ്ര്യം യേശു ക്രൂശിൽ വഹിച്ചതാ, ഞങ്ങളുടെ ദാരിദ്ര്യത്തെ കർത്താവ് വഹിച്ചതാ. ഞങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങളെ പിന്തുടരും. ഞങ്ങളുടെ തലമുറകൾ അത്ഭുതമാണ്, ഞങ്ങളുടെ കുടുംബജീവിതം അത്ഭുതമാണ്. ഇപ്പോൾ യേശുവിനകത്ത് അതിന് വിരോധമായി നിൽക്കുന്നതെല്ലാം ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യങ്ങൾക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് നടത്തിയിരിക്കുന്നല്ലോ. ഈ സമയം സാക്ഷ്യത്തിന്റെ സമയമാണ്. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അവസരം ഇതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് വേണ്ടി നമ്മൾ ഒരു ദൈവ നിയോഗപ്രകാരം ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഒരു ചാരിറ്റിയോ നമ്മൾ ചെയ്യുവാൻ ദൈവം ഇതുവരെ നിയോഗം തന്നിട്ടില്ല. ദൈവം ഇതുവരെ എനിക്കൊരു ചാരിറ്റി ചെയ്യാനോ അങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് ദൈവം നിയോഗം തരാത്തത് കൊണ്ട് സുവിശേഷം പറയുക, സുവിശേഷത്താൽ ജനത്തെ വളർത്തുക എന്നുള്ള നിയോഗം മാത്രമാണ് ഇപ്പോൾ ദൈവം ഭാരം ഏൽപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം നിയോഗം പോലെ
ആ തലമുറകൾക്ക് വേണ്ടി ചെയ്യുവാൻ പറഞ്ഞു. 2 ദിവസമായിരുന്നു. എന്നാൽ ദൈവകൃപയിൽ ഒത്തിരി ആളുകൾ അതിനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഇനി ആരും എന്ത് ചെയ്യണ്ട, അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണ്ട. എനിക്ക് തോന്നുന്നത് ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ദൈവകൃപയിൽ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു ചാരിറ്റി ചെയ്യാൻ വേണ്ടിയല്ല, കാരണം നമുക്ക് സുവിശേഷത്തിലൂടെയാണ് നിങ്ങൾക്ക് വർധനവുണ്ടാവും. ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യം ഞെരുക്കമായിരിക്കാം, മേടിക്കുന്നൊരു അനുഭവത്തിലേക്കായിരിക്കാം, വായ്പ മേടിക്കാതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതല്ല നിങ്ങളുടെ അവസ്ഥ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം അടിമകളായിരുന്നു. ഫറവോൻ കൊടുത്ത എച്ചിൽ പാത്രങ്ങൾ കഴുകി അവർ ജീവിച്ചതെങ്കിൽ ദൈവം അവരെ എന്താക്കി മാറ്റി? അവകാശികളാക്കി മാറ്റി. ദൈവം അവരെ വർദ്ധിപ്പിച്ചുവെങ്കിൽ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഇരിക്കത്തില്ല. വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നോണം, ഏത് സമയത്തും നിങ്ങളുടെ ജീവിതത്തിൽ വർധനവിൻ്റെ ദൈവം വർദ്ധിപ്പിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ മടി കൂടാതെ വിതച്ചവരെയൊക്കെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ എപ്പോഴും ഓർത്തോണം, വിതയ്ക്കുക എന്ന് പറയുന്നത് ബ്രദറിനെ സഹായിക്കുന്നതല്ല. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ആ സുവിശേഷ നിമിത്തം ഒരു വ്യക്തി സുവിശേഷം കേൾക്കാൻ ഒരു അവസരമുണ്ട്. എന്ന് പറഞ്ഞാൽ സൂം ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഒരു വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ അതിനെനിക്ക് പ്രതിഫലമുണ്ട്. ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എന്നാൽ ഇതെൻ്റെ വർധനവാണ്. ഞാൻ കൊടുത്താൽ 10 കൊടുത്താൽ 100 കിട്ടുന്നുള്ള പരിപാടിയല്ല, ഇതെൻ്റെ അവസരമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൊടുക്കുമ്പോൾ അനേകർക്കും അതൊരു അനുഗ്രഹമായി തീരുന്നു. ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഒരു പിശാചിനും തൊടാൻ കഴിയത്തില്ല. കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ വയലിൽ വിതച്ചവരാണ്. നന്മ കൊയ്യുവാൻ റെഡിയായി നിൽക്കുന്നവരാണ്. ശൂന്യമാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, വാരി വിതറി കൊടുക്കുവാൻ നന്മയാൽ ദൈവം നിറയ്ക്കും. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അനുഗ്രഹമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള അവസരമാണ്. ഒരു നിമിഷം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ, എപ്പോഴും ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത്ഭുതം നടന്നു കഴിഞ്ഞു. ധൈര്യമായിട്ടിരിക്കുക. ഈ സമയത്ത് അനാവശ്യമായ സംശയങ്ങളൊന്നും നിങ്ങൾ ചോദിക്കരുത്. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, വചനം കേട്ടവരാ നിങ്ങൾ. ധൈര്യപ്പെടണം, ബലപ്പെടണം. വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. ഭയപ്പെടരുത്. കർത്താവ് നിങ്ങളെ സഹായിക്കും. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ദൈവിക ആലോചന ഒരേപോലെ ഇടപെട്ടവരുണ്ടെങ്കിൽ ഒരാൾ പറയുമ്പോൾ ഏറ്റെടുത്താൽ മതി. സാക്ഷ്യമുള്ളവർ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. ഹലോ, ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് സ്തോത്രം. ഞാൻ ഡോക്ടർ സബിത എന്നാണ്. ഹലോ, പറഞ്ഞു. ഞാൻ ഒരു സാക്ഷ്യം പറയാനാണ്. എനിക്ക് അന്നൊരു ആക്സിഡന്റ് പറ്റിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചൊരു വിഷയമുണ്ട്, കത്തി വെക്കാൻ കർത്താവ് അനുവദിക്കരുത്. അങ്ങനെ എൻ്റെ ടിബിയൽ ബോണ് ഫ്രാക്ചർ ആയിരുന്നു. പക്ഷെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ ശരീരത്തിൽ കത്തി വെച്ചില്ല. എക്സ്റ്റേണൽ ഫിക്സേറ്റർ എന്ന് പറഞ്ഞിട്ട് പുറമെ ഇങ്ങനെ വെച്ചതാണ്. പിന്നെ അത്ഭുതകരമായി സർജറി എങ്ങനെ അത് നടത്തുകയും വളരെ അത്ഭുതകരമായി എനിക്കിപ്പോൾ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ദേവദാസം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാലിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് എൻ്റെ മുറിവുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈ BP ഉണ്ടായിരുന്നു, അതൊക്കെ നോർമലായി. അപ്പം കർത്താവ് വളരെ അത്ഭുതകരമായിട്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയതും. കത്തി വെക്കാതെ കർത്താവ് ഇങ്ങനെ ഒരു ബോൺ ഹീലിംഗ് നടത്തുന്നത്. അതിന് ദൈവത്തിന് ഒത്തിരി നന്ദിയുണ്ട്. കാര്യങ്ങൾ സ്തോത്രം. കർത്താവ് പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി. പറയുന്ന ആൾ ഡോക്ടർ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് കൺഫർമേഷനുകളുടെ ആവശ്യമില്ല. ദൈവകൃപയാൽ ദൈവത്താൽ ഇടപെട്ടതാണ്. ഇന്ന് ദൈവം വലിയ പ്രവൃത്തികളാൽ നിറച്ചതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. അനേകർക്ക് യേശുവിൻ്റെ സാക്ഷിയാകുവാൻ ഇനിയും അവസരമുണ്ട്. നമ്മുടെ അവസാനിച്ചിട്ടില്ല. മോശയ്ക്ക് 80-ാം വയസ്സിൽ ചെരുപ്പ് തേയാതെ വസ്ത്രം മുഷിയാതെ നടക്കാൻ പറ്റിയെങ്കിൽ ഈ ദൈവം നമ്മുടെ ദൈവം കാൽവരി ക്രൂശിലൂടെ. അപ്പോൾ ഇനിയും അനേകയിടങ്ങളിൽ പോവാ. ഡോക്ടർ അനേകരെ യേശുവിൻ്റെ നാമത്തിൽ നേടുക. കർത്താവ് സമൃദ്ധമായിട്ട് നിറയ്ക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. തീർച്ചയായിട്ടും. അപ്പൊ നേരിട്ട് നമുക്ക് കാണാം, നമുക്ക് സാക്ഷ്യം കേൾക്കാം. അതെ. ഡോക്ടർ തന്നെ പറഞ്ഞ പോലെ തന്നെ സർജറി ഇല്ലാതെ തന്നെ അത്ഭുതം ചെയ്തു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞു. ഞാൻ ഒരാൾ പറയുമ്പോൾ മറ്റൊരാളെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. എല്ലാവരും ഒരുമിച്ച് പറയുമ്പോൾ സൗണ്ട് ബ്രേക്ക് ആകുന്നതുകൊണ്ടാണ്. പറഞ്ഞു ബ്രദറെ.
പ്രൈസ് ദി ലോർഡ് ബ്രദറെ. എൻ്റെ മകന് വിദേശത്ത് പോകാനായിട്ട് 2 വർഷമായിട്ട് വളരെയേറെ തടസ്സങ്ങളായിരുന്നു പഠിക്കാനായിട്ട്. ഉം. പക്ഷെ ഇപ്പോൾ ഈ വചനം പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴ് അത്ഭുതകരമായിട്ട്, അതായത് 2 വർഷം കൊണ്ട് തടസ്സമായിട്ട് കിടന്നത് ഒരു 2 മാസം കൊണ്ട് വളരെ പെട്ടെന്ന് എല്ലാം ശരിയായി. ഇന്ന് അവന് ജർമ്മനിയിലെത്തി. ഇടയ്ക്ക് ഞാൻ പ്രയർ ലൈനിന് അജിത സിസ്റ്റം വിളിച്ച് പ്രാർത്ഥനാ സഹായം പ്രാർത്ഥിച്ചിരുന്നു. അതിന് ഏറെ അത്ഭുതം. അവന് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ആദ്യം, ദൈവവിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം വളരെ 19 വയസ്സേ ഉള്ളൂ. ഇപ്പം ദൈവത്തിൽ വളരെ വിശ്വാസമുണ്ട്. അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി കർത്താവേ. പ്രിയ സഹോദരൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് 2 വർഷമായിട്ട് ബ്ലോക്കായി കിടക്കുമായിരുന്നു മകന്റെ ഭാവി. പക്ഷെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന സപ്പോർട്ടും ഉണ്ടായിരുന്നു. ആ മകന്റെ ജീവിതത്തിൽ മാത്രമല്ല, മകന് വിശ്വാസമില്ലായിരുന്നു. അവന് ഉള്ളത്തിൽ ദൈവം വിശ്വാസം കൊടുത്ത് രാജ്യങ്ങളുടെ നന്മ ദൈവം തുറന്നു കൊടുത്തു. ഇനിയും നന്മകളാൽ ദൈവം നിറയ്ക്കുക. വചനം മുറുകെ പിടിക്കുക, ഏറ്റുപറയുക, വിശ്വാസത്തിൽ ശക്തിപ്പെടുക, കൂട്ടായ്മ ആചരിക്കുക. ഇനിയും ദൈവം തുറക്കും. ഗോഡ് ബ്ലസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ പറഞ്ഞു. ബ്രദറെ ശനിയാഴ്ച പറഞ്ഞ ലളിതയുടെ ദൈവാലോചനയിൽ ലളിതയുടെ മകളെ തൊടുന്നു എന്ന് പറഞ്ഞു. ഞാൻ ലളിതയുടെ മകളാണ്. ഞാൻ ആ ദൈവാലോചന ഏറ്റെടുക്കുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ ബ്രദർ. നാളെ ബയോപ്സിക്ക് ചെല്ലാൻ പറഞ്ഞ് എനിക്ക് സഭയുടെ കൂട്ടായ്മ വേണം. എനിക്ക് 2 പെൺമക്കളാണ് ബ്രദർ. കല്യാണം തന്നെ ഒന്നും ആയില്ല. സിസ്റ്റർ, ഇന്ന് മുതൽ ദൈവാത്മാവ് ഇടപെട്ടതാണ്. സഭയുടെ കൂട്ടായ്മ പ്രാർത്ഥന എനിക്ക് വേണം ബ്രദർ. നാളെ ബയോപ്സിക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്കാം. ആമേൻ. സിസ്റ്റർ, കർത്താവ് ഇടപെട്ടതാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്ററുടെ മാതാവിന്റെ പേര് പറഞ്ഞ പേരെങ്ങനെയായിരുന്നു? ലളിത. ഇത് വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ശനിയാഴ്ച പറഞ്ഞായിരുന്നു ബ്രദർ. അല്ല സിസ്റ്ററെ, ആലോചന പറയുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ പേര്, മാതാവിന്റെ പേര്? ഇല്ല. ഉറപ്പാണോ? ഇങ്ങനെ പറഞ്ഞ യൂട്യൂബിലാണോ ബ്രദർ കേട്ടത് ഞാൻ? അതല്ല സിസ്റ്ററെ, സിസ്റ്റർ കേട്ടത് അതിനു മുമ്പ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്റെ അമ്മയുടെ പേര് ലളിത എന്നാന്ന് പറഞ്ഞിരുന്നോ? ഇല്ല ബ്രദർ പറഞ്ഞത്. ഞാൻ പറയുന്നത് സിസ്റ്റർ നമ്മളങ്ങോട്ട് പറഞ്ഞില്ല. ഇല്ല, സിസ്റ്റർ ഇങ്ങോട്ട് പറഞ്ഞില്ല. ഇവിടുന്ന് പ്രാർത്ഥന കിടക്കി, യൂട്യൂബിലെ പ്രാർത്ഥന കേട്ടപ്പോൾ ലളിതയുടെ മകളെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു, ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുന്നല്ലേ കേട്ടത് സിസ്റ്റർ? അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നപ്പം സിസ്റ്റർ എനിക്കറിയത്തില്ല, സിസ്റ്ററുടെ മാതാവിന്റെ പേരറിയത്തില്ല. പക്ഷെ കർത്താവ് അത് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു അത്ഭുതം നടക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞോണം, ഇങ്ങനെ പറഞ്ഞോണം. സങ്കീർത്തനത്തിലെ വാക്യം ഇതാണ്: ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇത് പറഞ്ഞുകൊണ്ട് പൊക്കോ. ബയോപ്സി അല്ല, എന്നാ ടെസ്റ്റ് ആണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നത് ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇത് പറഞ്ഞു, ദൈവം ഇടപെട്ടതാണ്. സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. 118 സങ്കീർത്ത സഹോദരി വചനം വിട്ടിട്ടുണ്ട്. 118 സങ്കീർത്തനത്തിന്റെ 17ാമത്തെ വാക്യം കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ. ഹലോ ബ്രദർ, എനിക്കൊരു സാക്ഷ്യമുണ്ട് പറയാനായിട്ട്. പറഞ്ഞു. ഇന്നലെ ദൈവം വലിയൊരു അത്ഭുതം ഞങ്ങളുടെ വീട്ടിൽ ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് മോള് ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് TV കാണാനായിട്ട് ഫ്രണ്ടിൽ വന്നിരുന്നു. സാധാരണ ഇവള് വെച്ചിട്ട് വന്നാലും ഒത്തിരി നേരം കഴിഞ്ഞ് പോകത്തുള്ളൂ. അപ്പൊ നല്ല കാറ്റുള്ളത് കാരണം ഗ്രില്ല് വഴി കാറ്റ് വന്നിട്ട് തീ നന്നായിട്ട് കത്തിയിട്ട് അതിന്റെ ട്യൂബ് എങ്കിൽ കത്താൻ വന്നു. പെട്ടെന്ന് ഇവിടെ ഉള്ളില് അടുക്കളയിൽ ചെല്ലാനായിട്ട് ഒരു പ്രേരണയുണ്ടായി. അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്ക് ആ ട്യൂബ് ഇങ്ങനെ കത്തി ഏകദേശം അത് ഇങ്ങനെ ആയപ്പോ എന്തെങ്കിലും വലിയൊരു അപകടം നടക്കായിരുന്നു. പക്ഷെ അവള് പേടിക്കുകയോ ഓടുകയോ ഒന്നും ചെയ്യാതെ ധൈര്യത്തില് അവള് തന്നെ അത് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്തു. അന്നേരം വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചു. അന്നേരം ഹസ്ബൻഡ് പറയുമായിരുന്നു, ഇവിടെ ഒരു ആപത്തും വരത്തില്ല, ഇവിടെ പ്രാർത്ഥനയുണ്ട്, ദൈവത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യം ഇതിന്റെ അകത്തുണ്ട്. ശരിക്കും ദൈവം അവരുടെ ജീവിതത്തിലും ആ ഒരു അത്ഭുതവും ആ ഒരു പ്രവൃത്തി അവരിലെ കൂടി അറിയാൻ പറ്റുന്നവർക്കും എനിക്ക് ഒത്തിരി ദൈവത്തോട് നന്ദിയുണ്ട് ബ്രദർ. നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ ചെയ്യുവാനും കാണുവാനും സ്വർഗത്തിലെ ദൈവയുടെ വലിയ അനർത്ഥം വരേണ്ട സ്ഥാനത്ത് ഇന്ന് കർത്താവിന്റെ നാമത്തിൽ സാക്ഷ്യം പറയുവാൻ ദൈവയുടെയാക്കി. നമ്മൾ അനർത്ഥം അനുഭവിക്കേണ്ടവരല്ല, അത്ഭുത സാക്ഷ്യത്തിനുള്ളവരാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, പറഞ്ഞു. ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നേ. മെയ് 6-ാം തീയതി എന്റെ ജർമ്മന്റെ B2 എക്സാം ആയിരുന്നു.
എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഭാരത്തോടെ തിരിച്ചു വന്നത്. കാരണം ഞാൻ ചെയ്തു പഠിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഒത്തിരി ഭാരത്തോടെ വന്ന് തിരിച്ച് ക്ലാസ്സിൽ വന്നപ്പം എല്ലാരും പറഞ്ഞു എല്ലാവർക്കും പഠിച്ച പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഭയങ്കര ഭാരത്തോടെ ഇരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം എന്നോട് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു തന്ന വാക്ക് യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിനായി സ്തോത്രം പറയണോന്ന് എപ്പോഴും. അപ്പൊ ഞാൻ എപ്പോഴും ആ വാക്യം പറയുമായിരുന്നു. ഞാൻ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഞാൻ ആ ഒരു വാക്യം പറഞ്ഞുകൊണ്ടായിരുന്നു എപ്പോഴും പോകുന്നത്. ഇന്ന് അതിന്റെ റിസൾട്ട് വരുവാ ഇടയായി. എളുപ്പമായിരുന്നു പറഞ്ഞവരെല്ലാം ഫെയിലായി പോയ സ്ഥാനത്ത് ദൈവം എന്നെ വിജയിപ്പിച്ച് ദൈവം എന്നെ അവരുടെ മുന്നിൽ ഒരു സാക്ഷിയായി നിർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന്. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പരാജയപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് പലരും പരാജയപ്പെട്ടു പോയപ്പോൾ ശക്തനാക്കുന്ന യേശു മുഖാന്തരം അത്ഭുത സാക്ഷ്യമായിട്ട് നിർത്താൻ ഇടയായി തീർന്നു. നിങ്ങൾ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രത്യേകിച്ച് ജർമ്മനിയിലൊക്കെ കാണുന്ന ആൾക്കാർ പ്രാർത്ഥിക്കണം. ദൈവം അനുവദിച്ചാൽ നമുക്ക് ആ രാജ്യത്ത് വെച്ച് നിങ്ങളെ കാണാം, ഒരുമിച്ച് നമുക്ക് കൂടാം. ഇന്ന് കർത്താവ് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ സിസ്റ്ററെ എപ്പോഴും പറഞ്ഞോണം, ആരൊക്കെ പരാജയപ്പെടുമെന്ന് 100% ഉറപ്പാണെങ്കിലും ഞാൻ അവിടെ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ജയിക്കും. കാര്യം കർത്താവ് എൻ്റെ നിന്ന മാറ്റിയതാണ്, കർത്താവിൻ്റെ പരിഹാസങ്ങളെ മാറ്റിയതാണ്. ഞാൻ അവിടെ സാക്ഷിയാം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകരെ ബലപ്പെടുത്തുക, അനേകർക്ക് സാക്ഷിയായിട്ട് ഇനിയും കർത്താവ് തീർക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. പ്രൈസ് ലോർഡ് ബ്രദറെ. ഇന്നലെ ആരാധനയ്ക്ക് കയറാൻ പറ്റിയില്ല സൂമില്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഇന്നലെ സിസ്റ്ററെ നമുക്ക് സൺഡേ നമുക്ക് അതായത് വൈകുന്നേരമാണ് UK ടൈം. അതെ അതെ, 3:30 UK ടൈം സിസ്റ്റർ. ഗ്രൂപ്പിൽ സിസ്റ്റർ നോക്കിയാൽ മതി, അതിന്റെ അപ്ഡേഷൻ വരും കേട്ടോ. പറഞ്ഞു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ, കേക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, എനിക്ക് സാക്ഷ്യം ഉണ്ടായിരുന്നേ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നേ. ഇന്ന് എനിക്ക് ആ ജോലി ലഭിച്ച് അതിൽ നിന്ന് പോയി കോൺട്രാക്ട് സൈൻ ചെയ്ത് വന്ന യേശു നാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. നന്ദി കർത്താവ്. പ്രിയമകൻ പറഞ്ഞ പോലെ തന്നെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു, കർത്താവ് ആ ജോലി തുറന്നു, കർത്താവ് അത്ഭുത സാക്ഷ്യമാക്കി തീർക്കാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് ഇനിയും സാക്ഷ്യമാക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മുടെ സൂം ഇന്നലെ കുറച്ച് ക്ലാരിറ്റി നെറ്റ്വർക്കിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ അത് യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസുകൾ തരുന്നതാണ്. അപ്പം സൂം നമ്മൾ ക്ലിയർ ചെയ്ത് വരും. അത് ഒരു ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ചെയ്യുന്നിടത്തല്ല, പുറത്തോട്ടായതുകൊണ്ട് പബ്ലിക് പ്ലേസിലാണ്, അത് ആ ഹോളിലാണ് മീറ്റിംഗ് ചെയ്യുന്നത്. അവിടെ നെറ്റ്വർക്കിൻ്റെ അപാകതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും സൂം മിസ്സായി പോകുന്നത്. എങ്കിലും ക്ഷമയോടെ ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്നവരെ ഓർത്ത് നന്ദി പറയുന്നു. വരും ദിവസങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അവിടെ ആ സ്ഥലത്ത് നെറ്റ്വർക്കിൻ്റെ ക്രമീകരണങ്ങളെ കർത്താവ് ചെയ്യും. അതിനുവേണ്ടി ദൈവം വഴി തുറക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞല്ലോ ബ്രദറെ ഒരു കാര്യം ബ്രദർ പറഞ്ഞല്ലോ, സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ഒരാളിനെ പറ്റി പറഞ്ഞല്ലോ. അത് അത് എസ് എന്നുള്ള പേരെന്ന് പറയും, വികാസ് സത്യൻ എന്നാ. അപ്പൊ അതിനകത്ത് ചേർച്ചകളാണോ? വികാസ് സത്യൻ എന്നാ രണ്ടാമതാവുന്നേ. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എസ് എന്നുള്ളൊരു അക്ഷരം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു അടയാളം കൂടെ ഞാൻ വേണേ കർത്താവിൻ്റെ സന്നിധിയിൽ എന്ന് പറയാം. കർത്താവ് എന്നെ ആ യേശു എന്ന് പറഞ്ഞ വ്യക്തിക്കകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു ഡേറ്റും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ 13 എന്നൊരു ഡേറ്റും കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഏറ്റെടുത്തുന്ന 13 എന്നൊരു ഡേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. യേശു കാണിക്കുന്നുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഒരു 13 കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക കേട്ടോ. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. 13 കൂടെ ഉണ്ടെങ്കിൽ, 13 എന്നൊരു ഡേറ്റും കൂടെ ഉണ്ടെങ്കിൽ, ജനിച്ചത് 13 എന്നൊരു ഡേറ്റിൽ ജനിച്ച ഒരാളും കൂടെ കുടുംബത്തിലുണ്ടെങ്കിൽ സിസ്റ്ററുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ആലോചനയാണ്, അല്ലെങ്കിൽ അത് മറ്റൊരാൾക്കുള്ളൊരു ആലോചന കേട്ടോ. ഗോഡ് ബ്ലസ് യു. എങ്കിലും അവന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ?
പറഞ്ഞു. കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ ബ്രദറെ, എന്തോ കഴിഞ്ഞ ദിവസം എന്റെ മോക്കടെ കാര്യം ഹലോ പറഞ്ഞ ബ്രദർ. ബ്രദർ ദിവ്യടാ. ഏറ്റെടുത്ത സിസ്റ്ററെ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. പറഞ്ഞു. ഹലോ പ്രൈസ് ബ്രദർ. ലോർഡ് പാസ്റ്റർ. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ ബ്രദറിന് പറഞ്ഞില്ലേ കൊടുക്കൽ വാങ്ങലിനെ പറ്റിയിട്ടൊരു ആലോചന. അത് ഞാൻ മിഞ്ഞാന്ന് ബ്രദറെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഇങ്ങനെ ഗോൾഡ് കൊടുത്തതിനെ പറ്റി. അത് ആയിരിക്കോ ബ്രദർ? കഴിഞ്ഞ ദിവസം പറഞ്ഞ മറ്റേ വിഷയമാണ് സിസ്റ്ററെ. അതെ അതെ ബ്രദർ. ചെറുപ്പക്കാരൻ കൊണ്ടുപോയി. ഇപ്പൊ ഏത് ആലോചനയായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റർ പറയുന്നത്? ഇതിന്റെ അകത്ത് കൊടുക്കൽ വാങ്ങൽ പറഞ്ഞില്ലേ ബ്രദർ ഇന്ന്? ആ വ്യക്തി തിരിച്ചു തന്നായിരുന്നോ വ്യക്തി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട്? ഇല്ല, തന്നില്ല. തരാന്ന് പറഞ്ഞിട്ടുണ്ട്, തന്നില്ല. കോണ്ടാക്ട് കിട്ടിയായിരുന്നോ? കോണ്ടാക്ട് കിട്ടിയായിരുന്നു. 15-ാം തീയതിക്കുള്ളിൽ പിന്നെ വാങ്ങിയ കാശും അതിന് ശേഷമായിട്ട് ഗോൾഡും തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദർ. പക്ഷെ ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആദ്യം ഞങ്ങൾക്ക് ഗോൾഡാണ് വേണ്ടതെന്ന്. പക്ഷെ കുറെ ആളെ മുഖ്യത ആണല്ലേ. ഇനി ആ വ്യക്തിയെ വിശ്വസിക്കേണ്ട. ആ വ്യക്തിയുമായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ബന്ധങ്ങളും വേണ്ട. അപ്പം നമ്മൾ എപ്പോഴും ഞാൻ വരും ദിവസങ്ങളിൽ ഈ കൊടുക്കൽ വാങ്ങലുകളെ പറ്റി ഒന്ന് ക്ലാസ് എടുത്തായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയും. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചോണം. നിങ്ങളൊരു വ്യക്തിക്ക് സ്വർണമായിക്കോട്ടെ പണമായിക്കോട്ടെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മാനസികമായിട്ട് നമുക്ക് ഒരു തീരുമാനത്തിൽ കൊടുക്കരുത്. പലരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. എങ്കിലും ഞാൻ ഈ വാക്ക് പ്രാർത്ഥിക്കുക, ആ ഗോൾഡ് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഈ കാര്യത്തിൽ മടങ്ങി വരും കേട്ടോ. ഇനി ആ വ്യക്തിയെ പറഞ്ഞു. ബ്രദർ ഇന്ന് വേറൊരു ആലോചനയും പറഞ്ഞു. മീറാന്ന് ഫ്രണ്ട് ആയിട്ടുള്ളത് എന്റെ ഫ്രണ്ട് മീറയാണ് ബ്രദർ. അന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വ്യക്തി മുഖാന്തരം ഒരു സൊല്യൂഷനെ ദൈവം തുറക്കും കേട്ടോ. താങ്ക് യു ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എന്റെ ഹസ്ബൻഡ് ഒരു 1.25 വർഷമായിട്ട് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഒരു സ്ഥിരമായിട്ടൊരു ജോലിയില്ല. ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രേരണ കയറി കഴിഞ്ഞ പിന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ഇപ്പം ഹസ്ബൻഡ് നല്ലൊരു ജോലി കിട്ടി. ഇന്ന് ജോലിയിൽ ജോയിൻ ചെയ്തു. ആമേൻ. കർത്താവ് ആമേൻ. ദൈവം തുറന്ന വഴിക്ക് നന്ദി പറയുന്നു. ദൈവം ഇടപെട്ടതിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് ഇനിയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. എല്ലാ ദിവസവും മുടങ്ങാതെ കൂട്ടായ്മ ആചരിക്കുന്ന സൂമിലും ലൈവിലും ഒക്കെ ആയിക്കോട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയിൽ ബലപ്പെടുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ദൈവം സാക്ഷിയാക്കി മാറ്റും. നമ്മുടെ ഉള്ളത്തിൽ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ തെറ്റായ ബന്ധങ്ങളോ പ്രവൃത്തികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വചനത്തിലൂടെ അത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവം നിങ്ങളെ സാക്ഷിയാക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, നിങ്ങൾക്ക് അതുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇനി ആരും കുഞ്ഞുങ്ങളുടെ സഹായത്തിനായിട്ടുള്ള അത് അയക്കേണ്ട. ഓൾറെഡി നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ആ ഒരു സമയത്ത് തോന്നിയ എന്താണ് പറഞ്ഞത് നിയോഗമാണ്. അത് മുന്നോട്ട് ഞാൻ പറഞ്ഞല്ലോ, ദൈവം പിന്നീട് ഒരു നിയോഗം തരാതെ നമ്മൾ പ്രത്യേകിച്ച് ചാരിറ്റി മേഖലകളെ ദൈവനിയോഗം. അതുകൊണ്ട് ആരും നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു ബ്രദറെ ഒത്തിരി സഹായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ദൈവം ഒരു നിയോഗം ഇപ്പം തരാത്തതുകൊണ്ടാണ് പ്രത്യേകിച്ച് ആ കാര്യങ്ങളിലേക്ക് ഞാൻ പോകാത്തത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം, ദൈവം നമ്മൾ സാമ്പത്തികമായി എങ്ങനെയാണ് സാമ്പത്തിക അനുഗ്രഹം പ്രാപിക്കേണ്ടതെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പിന്നെയും നമ്മൾ ദൈവം അനുവദിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഉണ്ടാകും. എങ്ങനെ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ സാക്ഷിയായിത്തീരാം, ആരോഗ്യത്തിൽ നമുക്ക് എങ്ങനെ സാക്ഷിയാകാം, കുടുംബജീവിതത്തിൽ സമാധാനത്തിലെല്ലാം വളരെ ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ ഏത് സമയം എനിക്കറിയത്തില്ല. ദൈവം തരുന്ന അനുസരിച്ച് നമുക്ക് ആ വചനങ്ങളെ ധ്യാനിക്കുക. അതിൽ നിന്ന് രക്ഷയും സന്തോഷവും സമാധാനവും അനുഭവിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. എല്ലാ ദിവസവും